ഇൻഫോർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഡ്യൂസ് അക്കാഡമി നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലേക്കുള്ള ഫാർമസിസ്റ്റ് റിക്രൂട്ട്മെന്റ് അതിനുള്ള നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്, നല്ലൊരു പോസ്റ്റ് ആണ്. ഹായ് ഓൾ, വെൽക്കം ടു എഡ്യൂസ് അക്കാഡമി. അപ്പോൾ ഒരു ഇമ്പോർട്ടന്റ് ഇൻഫോർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഡ്യൂസ് അക്കാഡമി നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അതായത് VSSC വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലേക്കുള്ള ഫാർമസിസ്റ്റ് റിക്രൂട്ട്മെന്റ് അതിനുള്ള നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. സോ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഏതാണ് ഇതിന്റെ ഏജ് ക്രൈറ്റീരിയ, എന്നാണ് അപ്ലൈ ചെയ്ത് തുടങ്ങേണ്ട ഡേറ്റ്, എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അപ്പൊ കുറെ ഡൗട്ട്സ് നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ അറൈസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ അതിന്റെ നമ്മൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു അഡ്വർടൈസ്മെന്റ് നമ്പർ, കാറ്റഗറി നമ്പർ ആ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. സോ ഇതിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു 2 ദിവസമായി. ജൂൺ 2 സ്റ്റാർട്ട് ചെയ്തത്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ജൂൺ 16. സോ നമ്മുടെ മൈൻഡിൽ അത് റിമൈൻഡർ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. എന്നാണ് ജൂൺ 16, 2025 ക്ലോസിംഗ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ. അതുപോലെ 18-നും 35 വയസ്സിനും ഇടയിലുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിന് ബേസിക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ഒക്കെ പറയുന്നുണ്ട്. അത് നമ്മൾ അടുത്ത സ്ലൈഡുകളിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഈ ഇതിന്റെ എക്സാം ഡേറ്റ് ഒഫീഷ്യൽ ആയിട്ട് വന്നിട്ടില്ല. സോ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റ് അതിന്റെ VSSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവർ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള SLC 10 പാസ്, അതിന്റെ കൂടെ ഡിപ്ലോമ ഇൻ ഫാർമസിയാണ് ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ബി ഫാമുകാർക്കും എം ഫാമുകാർക്കും ഫാംഡിക്കാർക്കൊക്കെ ഒരേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് ഈ ഒരു പോസ്റ്റ്. പിന്നെ അതുപോലെ അറിഞ്ഞിരിക്കേണ്ടത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. നമുക്ക് ചിലപ്പോൾ ഡൗട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. അതായത് നമ്മൾ ഈ VSSCന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുമ്പോൾ ഇങ്ങനൊരു ബോക്സ് നമുക്ക് കാണാൻ പറ്റും. അതിൽ VSSC റിക്രൂട്ട്മെന്റ് അഡ്വർടൈസ്മെന്റ് RMT 331C 334 അതുപോലെ 335 അങ്ങനെ 2-3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സോ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഒരു 334 ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ ഒരു ബോക്സ്, ഡിസ്പ്ലേ ബോക്സ് കാണാൻ പറ്റും. അതിൽ ആപ്ലിക്കേഷൻ ഫോം, അതുപോലെ കുറെ അനക്ഷേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അഡ്വർടൈസ്മെന്റ് നമ്പർ, ഇതായിട്ട് ഈ പോസ്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം അവരുടെ ആ ഒരു PDF പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു പോസ്റ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു എക്സാമിനേഷൻ നേച്ചർ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ടെസ്റ്റ് ആണ് വരിക, റിട്ടേൺ ടെസ്റ്റ് ആൻഡ് സ്കിൽ ടെസ്റ്റ്. റിട്ടേൺ ടെസ്റ്റിൽ 80 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കും, നമ്മുടെ ഫാർമസി റിലേറ്റ് ചെയ്തിട്ടുള്ള 80 ക്വസ്റ്റ്യൻസ്. അതുപോലെ അതിന്റെ സിലബസ് പറയുന്നതായിരിക്കും. ഡിപ്ലോമ ആയതുകൊണ്ട് തന്നെ മിക്കവാറും ഡിപ്ലോമ ഇൻ ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആയിരിക്കും വരാൻ കൂടുതലും ചാൻസ്. പിന്നെ അതിൽ പറയേണ്ടത് 90 മിനിറ്റ്സ് ആണ്, 1.5 hours ആണ് ഇതിന്റെ എക്സാം ഡ്യൂറേഷൻ. അതുപോലെ ഒരു ക്വസ്റ്റിന് 1 മാർക്ക് ക്രെഡിറ്റ് ആവും. അതുപോലെ നെഗറ്റീവ് മാർക്ക് ഉണ്ട്, 0.33 മാർക്സ് ആണ് തെറ്റിപ്പോയാൽ ഡിഡക്ഷൻ വരിക. ദെൻ അൺറിസർവ്ഡ് കാറ്റഗറി, EWS കാറ്റഗറിക്കും പാസ് ആവേണ്ട ഒരു ക്രൈറ്റീരിയ, പാസ് ക്രൈറ്റീരിയ അവർ കൊടുത്തിട്ടുണ്ട്. ഔട്ട് ഓഫ് 80 32 മാർക്സ് ആണ് പാസ് മാർക്സ്. അതുപോലെ ബാക്കിയുള്ള റിസർവേഷൻ കാറ്റഗറി ആണെങ്കിൽ 80 മാർക്സിൽ 24 മാർക്സ് ആണ് മിനിമം ആയിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് സ്കിൽ ടെസ്റ്റ് ആണ്. സ്കിൽ ടെസ്റ്റിൽ ഓർത്തിരിക്കേണ്ടത് നമ്മൾ അതൊരു ക്വാളിഫയിങ് ടെസ്റ്റ് ആയിരിക്കും. നമ്മുടെ ഈ ഒരു റിട്ടേൺ ടെസ്റ്റിന് ശേഷം വരുന്ന സെക്കൻഡ് സ്റ്റെപ്പ് ആണ്. ഇതില് അൺറിസർവ്ഡ് കാറ്റഗറി, അതായത് ജനറൽ കാറ്റഗറി അതുപോലുള്ള കാറ്റഗറീസിന് 50 മാർക്സ് ഔട്ട് ഓഫ് 100ൽ 50 മാർക്സ് ആണ് വേണ്ടി വരിക. അതുപോലെ റിസർവേഷൻ ഉള്ളവർക്ക് 100ൽ 40 മാർക്സ് ആണ് വേണ്ടി വരിക. സോ ഇത്രയാണ് ആ ഒരു എക്സാമിനേഷൻ നേച്ചറും കാര്യങ്ങളും. നമ്മുടെ VSSC ഫാർമസിസ്റ്റിന്റെ പുതിയ ബാച്ച് വരുന്ന സാറ്റർഡേ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ അഡ്മിഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ബാക്കിയുള്ള ഡീറ്റെയിൽസ്, എക്സാമിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ എഡ്യൂസ് അക്കാഡമിയുടെ ഈ തന്നിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അവർ പറഞ്ഞു തരുന്നതായിരിക്കും. ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്, നല്ലൊരു പോസ്റ്റ് ആണ്. സോ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നവര്, ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവര് എഡ്യൂസ് അക്കാഡമിനെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ലോങ് ടേം ബാച്ച് റണ്ണിംഗ് ആണ്. സോ അതിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ എനിവേ, ബെസ്റ്റ് വിഷസ് ആൻഡ് ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.